നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രി. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്? കാർബണിക സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. കാർബണിക സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്. കാർബൺ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കാർബണിക സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിച്ച് വോളർ ആണ്. ഫ്രെഡറിച്ച് വോളർ ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ്, ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആരാണ്? ഫ്രെഡറിച്ച് വോളർ. അദ്ദേഹം 1828 അജൈവ പദാർത്ഥമായ അമോണിയം സയനേറ്റിൽ നിന്നും ജൈവ പദാർത്ഥമായ യൂറിയ നിർമ്മിച്ചെടുത്തു. 1828 അജൈവ പദാർത്ഥമായ അമോണിയം സയനേറ്റിൽ നിന്ന് ജൈവ പദാർത്ഥമായ യൂറിയ നിർമ്മിച്ചെടുത്തു. ഈ യൂറിയ എന്ന് പറഞ്ഞത് മനുഷ്യൻ ആദ്യമായി കൃത്രിമമായി കണ്ടുപിടിച്ച ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആർട്ടിഫിഷ്യലി ഡിസ്കവേർഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ്? യൂറിയ ആണ്. ഓക്കെ, മനുഷ്യൻ ആദ്യമായി കൃത്രിമമായി കണ്ടുപിടിച്ച ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, കാർബണെ കുറിച്ച് നോക്കാം. കാർബൺ നമുക്കറിയാം, മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എല്ലാ എലമെന്റ്സും എത്ര എലമെന്റ്സ് ഉണ്ട്? 118 എലമെന്റ്സ് ഉണ്ട് അല്ലെ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് കാർബൺ ആണ്. ഏതാണ്? കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 അല്ലെ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12 ആണ്. അല്ലെ, നമ്മൾ പറഞ്ഞു മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, കാർബണിന്റെ വാലൻസി 4 ആണ്. കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് നോക്കാം, അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞു. അപ്പോൾ സെന്ററിൽ ഇവിടെ സെന്ററിൽ കാർബൺ ഉണ്ട്. കാർബൺ അതിന് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അറ്റോമിക് നമ്പർ എത്രയാണ്? നമ്മൾ പറഞ്ഞു 6 ആണ് അല്ലെ. അപ്പം ഒന്നാമത്തെ ഷെല്ലിൽ വരുമ്പോൾ 2 ഇലക്ട്രോണുകൾ, പിന്നെ രണ്ടാമത്തെ ഷെല്ലിൽ വരുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 4 ഇലക്ട്രോണുകളും വെക്കും. 4 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ രണ്ടാമത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ എന്ന് പറഞ്ഞ 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അത് സ്റ്റേബിൾ അല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ കാർബണിന് സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇനി എത്ര ഇലക്ട്രോണുകളും കൂടി വേണം? 4 ഇലക്ട്രോണുകളുടെയും വേണം. അപ്പൊ ഈ 4 ഇലക്ട്രോണുകളും കൂടി വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് സ്റ്റേബിലിറ്റി ഇതിനെ കിട്ടുള്ളൂ അല്ലെ. ഇങ്ങനെ 4 ഇലക്ട്രോണുകളും കൂടി വേണം. അപ്പൊ ഇങ്ങനെ ഈ കാർബൺ അപ്പൊ എന്ത് ചെയ്യും? അടുത്തുള്ള ഇലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ കാർബൺ ഏറ്റവും കൂടുതൽ കമ്പൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇലമെന്റ് ആണ് ഹൈഡ്രജൻ. നോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാർബൺ എന്ത് ചെയ്യും? സ്റ്റേബിലിറ്റി ആവണമെങ്കിൽ എത്ര ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ വേണം. അപ്പൊ ഇവിടെ 4 ഇലക്ട്രോണും ഉള്ളൂ. അപ്പോൾ ഒരു 4 ഇലക്ട്രോൺ കൂടി വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? കാർബൺ അടുത്തുള്ള ഇലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ കാർബൺ ഏറ്റവും കൂടുതൽ കമ്പൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജനുമായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ കമ്പൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഏറ്റവും മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മൂലകമാണ് കാർബൺ. ഇനി കാർബണെ മറ്റു മൂലകങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷതകളാണ് ഉയർന്ന കാറ്റിനേഷൻ കഴിവ്. എന്താണ്? ഉയർന്ന കാറ്റിനേഷൻ കഴിവ്. കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിന് ഏത് തരത്തിലുള്ള ഇലമെന്റ് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും അല്ലെ. അപ്പോൾ ഏത് തരത്തിലുള്ള ഇലമെന്റ്
വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും കാർബൺ എന്ന് പറഞ്ഞ എലമെന്റിന്. അപ്പൊ അതുകൊണ്ട് ആ കഴിവിനെയാണ് നമ്മൾ ക്യാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാർബണിനെ മറ്റ് മൂലകങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ചില സവിശേഷ ഗുണങ്ങളാണ് ഉയർന്ന ക്യാറ്റിനേഷൻ കഴിവ്. രണ്ടാമത്തെ, മറ്റു മൂലകങ്ങളുമായിട്ട് വിവിധ തരം ബന്ധനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ്. ഇത് രണ്ടും കാർബണിന്റെ സവിശേഷതകളാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കാർബണിന്റെ വാലൻസി എത്രയാണ്? കാർബണിന്റെ വാലൻസി 4 വാലൻസി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹൈഡ്രോ കാർബണുകൾ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഒൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ഈ സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോ കാർബണുകളുടെ ഘടന ചുരുക്കി എഴുതുന്നതിനെയാണ് കണ്ടൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബണുകളുടെ ഘടന ചുരുക്കി എഴുതുന്നതിന് എന്തെന്ന് പറയുന്നു? കണ്ടൻസ് ഫോർമുല എന്നറിയപ്പെടുന്നു. കണ്ടൻസ് ഫോർമുല. ഇനി നോക്കാം, ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് മീഥെയ്ൻ. മീഥെയ്ൻ, METHANE, മീഥെയ്ൻ. ഇത് നമുക്ക് ഈ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും എങ്ങനെയാണ് പേര് കൊടുക്കണേന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് മീഥെയ്ൻ. METHANE, CH4 ആണ് മീഥെയ്ൻ. അതായത് നമ്മൾ പറഞ്ഞല്ലോ കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 അല്ലെ? 4 ഹൈഡ്രജൻ ആറ്റം ഇട്ട് കമ്പൈൻ ചെയ്യും. ബാലൻസി 4 4 ഹൈഡ്രജൻ ആറ്റം. ഇതാണ് CH4, 4 ഹൈഡ്രജൻ, CH4. ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് മീഥെയ്ൻ എന്ന് പറയുന്നത്. മീഥെയ്ൻ, ഇതിന് ഈ മീഥെയ്ൻ്റെ പ്രത്യേകത നോക്കാം. ഏറ്റവും ചെറിയ ഹൈഡ്രോ കാർബൺ. അപ്പൊ ഏറ്റവും ചെറിയ ഹൈഡ്രോ കാർബൺ ആണ് മീഥെയ്ൻ. ആദ്യത്തെ ഹൈഡ്രോ കാർബൺ. രണ്ടാമത്തെ എന്താ പ്രത്യേകത? ആദ്യത്തെ ഹൈഡ്രോ കാർബൺ. മൂന്നാമത്തെ ബയോഗ്യാസിലുള്ള ഹൈഡ്രോ കാർബൺ. ഇത് 3 ഏതാണ്? മീഥെയ്ൻ ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ ഹൈഡ്രോ കാർബൺ, ആദ്യത്തെ ഹൈഡ്രോ കാർബൺ, ബയോഗ്യാസിലുള്ള ഹൈഡ്രോ കാർബൺ. ഇത് 3ന്റെ ആൻസർ ഏതാണ്? മീഥെയ്ൻ തന്നെയാണ്. എന്താണ് അതിന്റെ വാക്യം? CH4. ഓക്കെ, മീഥെയ്ൻ, METHANE, മീഥെയ്ൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു? മീഥെയ്ൻ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഏതാണ്? മീഥെയ്ൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രം ഉള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ ആൽക്കൈനുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രം ഉള്ള ഹൈഡ്രോ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒറ്റ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഏകബന്ധനം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണെയാണ് ഓപ്പൺ ചെയിൻ, ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കൈനുകൾ എന്ന് പറയുന്നത്. ഈ സ്പെല്ലിംഗ് നോക്കുക, ALKANE ആണ് ആൽക്കൈൻ. ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ ആൽക്കൈനുകൾ എന്നറിയപ്പെടുന്നു. ഈ ആൽക്കൈനുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക, N കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈഡ്രജൻ ആറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2N+2. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം തന്നാൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റം കണ്ടുപിടിക്കാം അല്ലേ? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള വാക്യമാണ് 2N+2 എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കാം. കാർബൺ ഒരെണ്ണാണെങ്കിൽ അതിന്റെ ഹൈഡ്രജൻ എങ്ങനെയായിരിക്കും? 2N എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 1+2 എത്ര വരും? 2 × 2 2+2 4 ആണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ ഹൈഡ്രജൻ ആറ്റം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി 2 കാർബൺ ആറ്റം ആണെങ്കിൽ N എത്രയായി? 2 ആയി. 2 × 2+2 അപ്പോൾ എത്ര? 2 × 2 4, 4+2 6. അപ്പോൾ എങ്ങനെ ഇതിന് കാർബൺ ആറ്റം CH4, കാർബൺ 2 എണ്ണാകുമ്പോൾ C2H, ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? 6. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം 3 കാർബൺ ആറ്റം ആണെങ്കിലോ 2 × 3. N എത്രയാണ്? 3 ആണ്. കാർബൺ ഇവിടെ N പറഞ്ഞ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ 2 × 3+2 ഈക്വൽ 6+2 8 ആയി. C3H8. ഓക്കെ,
അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പൊ അതുപോലെ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ആൽക്കൈനുകളുടെ പൊതുവാക്യമാണ് CnH2n+2. ഇതൊരു ബോക്സിലാക്കി തന്നെ ഇരുന്ന് പഠിക്കുക നിങ്ങൾ. ആൽക്കൈനുകളുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോ കാർബണുകളുടെ നമ്മൾ ഒറ്റ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണെയാണ് ആൽക്കൈനുകൾ എന്ന് പറയുന്നത്. ആൽക്കൈനുകളുടെ പൊതുവായിട്ടുള്ള പൊതുവാക്യം CnH2n+2. ഓക്കെ, ഇനി നോക്കാം. ഈ ആൽക്കൈനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും എല്ലാ സംയോജകതയും ഏകബന്ധനം വഴി പൂർത്തീകരിക്കുന്നതിനാൽ ഇവയെ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നു. അപ്പൊ ആൽക്കൈനുകള് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഏകബന്ധനം അല്ലെ, സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൽക്കൈനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും എല്ലാ സംയോജകതയും എങ്ങനെയാണ്, ഏകബന്ധനം വഴി പൂർത്തീകരിക്കുന്നതിനാൽ ഇവയെ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനം ഉള്ള ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കീനുകൾ എന്ന് പറയുന്ന. ആൽക്കീൻ ALKEN ആണ്. ശ്രദ്ധിക്കുക, ഒരു ലെറ്ററിന്റെ വ്യത്യാസമുള്ളൂ അല്ലെ. ആൽക്കൈനിൽ AN വരുമ്പോൾ ആൽക്കീനിൽ എങ്ങനെ വരും, EN ആണ് വരുന്നത്. ഏഴ് സ്ഥാനത്ത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ ആൽക്കീനുകൾ എന്ന് പറയുന്നത്. ALKEN ആൽക്കീൻ. അപ്പൊ ഈ ആൽക്കീനുകളുടെ പൊതുവാക്യം എങ്ങനെ എഴുതാം, പൊതുവാക്യമാണ് CnH2n. ആൽക്കീനുകളുടെ പൊതുവാക്യം CnH2n. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കൈനുകൾ എന്ന് പറയുന്നത്. ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കൈനുകൾ എന്ന് പറയുന്നു. ALKYNE സ്പെല്ലിംഗ് നോക്കുക, ALKYNE ആൽക്കൈൻ. ഈ ആൽക്കൈനുകളുടെ പൊതുവായിട്ടുള്ള വാക്യമാണ് CnH2n-2. ഇതും ബോക്സിലിട്ട് പഠിക്കുക. ഇത് മൂന്നും ബോക്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ആൽക്കൈനുകൾ, ആൽക്കീനുകൾ, ആൽക്കൈനുകൾ അങ്ങനെ മൂന്നെണ്ണമാണ് പറഞ്ഞത്. ആൽക്കൈനുകളുടെ പൊതുവാക്യം CnH2n+2. ആൽക്കീനുകളുടെ പൊതുവായ വാക്യം CnH2n. ആൽക്കൈനുകളുടെ പൊതുവാക്യം CnH2n-2. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം, ഓരോന്നിനും പേരെങ്ങനെയാണ് കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഇനി നമുക്കൊന്ന് രണ്ട് സ്ട്രക്ചറും കൂടി എഴുതാം. ചില സംയുക്തങ്ങളുടെ ഘടനയും അതുപോലെ തന്നെ അതിൻ്റെ വാക്യവും തന്മാത്ര സൂത്രവും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, കാർബൺ സിംഗിൾ ബോണ്ട് C, രണ്ട് കാർബൺ ആറ്റം. അപ്പോൾ കാർബണിന്റെ വാലൻസി എത്രയാണ്, 4 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ബാക്കി എത്ര വെച്ച് ഫില്ല് ചെയ്യണം, ഹൈഡ്രജൻ H ഹൈഡ്രജൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതിന്റെ കറക്റ്റ് ആണോ നോക്കുക. കാർബണിന് ചുറ്റും എത്ര, 4 വാലൻസിയും കംപ്ലീറ്റ് ചെയ്യുക. എപ്പോഴും കാർബണിന് 4 വാലൻസിയാണ്. ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു കാർബണുമായിട്ട്. കാർബൺ സിംഗിൾ ബോണ്ട് C. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് തന്മാത്ര സൂത്രം നമുക്ക് എങ്ങനെ എഴുതാം. കാർബൺ എത്ര എണ്ണമുണ്ട്, 2 എണ്ണമുണ്ട്. C2H എത്രയുണ്ട്, 1 2 3 4 5 6. C2H6 കണ്ടോ, 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അല്ലേ. എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണ എങ്ങനെയാണ് എഴുതുന്നത്, C2H6 അല്ലേ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ 2 കാർബൺ ആറ്റം. ഇത് എന്താണ് സംയുക്തങ്ങളുടെ ഘടനയും അതിന്റെ തന്മാത്ര സൂത്രവും. അപ്പോൾ തന്മാത്ര C2H6 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രക്ചർ എഴുതാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ തന്മാത്ര സൂത്രവും എങ്ങനെയാന്ന് നോക്കാൻ പഠിക്കണം. ഇനി ഇപ്പൊ സിംഗിൾ ബോണ്ട് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിലോ, C ഡബിൾ ബോണ്ട് C.
അപ്പൊ എത്രയായി? കാർബണിന്റെ രണ്ട് വാലൻസി ഓൾറെഡി ഫില്ല് ചെയ്തു. ബാക്കി എത്രണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്താൽ മതി? ആകെ 4 വാലൻസി അല്ലേ? അപ്പൊ 2 എണ്ണം കൂടി വന്നാൽ മതി. 2 എണ്ണം വെച്ച് ഹൈഡ്രജൻ ചെയ്യുന്നു. ഹൈഡ്രജൻ അപ്പൊ നോക്കിയേ, കാർബണിന് മൊത്തം 4 1 2 3 4 എണ്ണം വാലൻസി ഫില്ല് ചെയ്തു. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റവും വന്നു അല്ലെ? അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? കാർബൺ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം തന്നെ. C2H എത്ര? 1 2 3 4 C2H4. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ, ട്രിപ്പിൾ ബോണ്ട് സി. അപ്പൊ കാർബണിന് ഇവിടെ ഓൾറെഡി എത്ര വാലൻസി ആയി? 3 എണ്ണമായി. ഇനി എത്രയും കൂടി വേണം? 1 എണ്ണം കൂടി മതി അല്ലെ? അപ്പൊ ഒരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കാർബണിന്റെ വാലൻസി 4, ഇവിടെ ഓൾറെഡി 3 എണ്ണം ഉണ്ട്. 1 2 3 4 എണ്ണമായല്ലോ, 3 എണ്ണം. ഇപ്പൊ 4 വാലൻസി ആയി. അപ്പൊ ഇത് എങ്ങനെ എഴുതാം? C2H എത്ര ഉണ്ട്? 1 2 H2. തന്മാത്ര സൂത്രമാണ് നമ്മൾ പറഞ്ഞത്, സിംഗിൾ ബോണ്ടിന്റെയും ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും. അപ്പൊ ഇതിങ്ങനെ സംയുക്തത്തിന്റെ ഘടന വെച്ചിട്ട് അതിന്റെ തന്മാത്ര സൂത്രം എഴുതാനാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കണ്ടുപിടിച്ചത് പിതാവ് ആണ് ഫ്രെഡറിച്ച് വോളർ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ മീഥേൻ, ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ പറഞ്ഞു, അതിന്റെ പ്രത്യേകതകൾ, മീഥേന്റെ പ്രത്യേകതകൾ. പിന്നെ ഹൈഡ്രോ കാർബണുകളെ 3ആയിട്ട് തിരിച്ചിരിക്കുന്ന ആൽക്കൈനുകൾ, ഇത് മൂന്നും പറഞ്ഞു. അതിന്റെ പൊതുവായിട്ടുള്ള വാക്യവും നമ്മൾ ബോക്സിലിട്ട് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന IUPAC. IUPAC എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് എങ്ങനെ പേര് കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ പേര് നിർദ്ദേശിക്കണം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് IUPAC. ഫുൾ ഫോം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. എന്താണ് IUPAC എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് IUPAC. IUPAC സ്ഥാപിതമായത് 1990-ലാണ്. 1919-ലാണ് IUPAC സ്ഥാപിച്ചത്. അടുത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് എങ്ങനെ പേര് കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന സംഘടനയാണ് IUPAC എന്ന് പറഞ്ഞു. ഈ IUPACയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ, മൂലകങ്ങളുടെയും അവയുടെ സംയുക്തങ്ങളുടെയൊക്കെ നാമകരണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് IUPACയുടെ കീഴിൽ വരുന്ന മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം. രണ്ടാമത്തേത്, അറ്റോമിക ഭാരത്തിന്റെയും ഭൗതിക സ്ഥിരാങ്കങ്ങളുടെയും ഏകീകരണം. അറ്റോമിക ഭാരത്തിന്റെയും ഭൗതിക സ്ഥിരാങ്കങ്ങളുടെയും ഏകീകരണം. മൂന്നാമത്തെ, നൂതന പദങ്ങളുടെ അംഗീകാരം. ഇത് മൂന്നും എന്താണ്? IUPACയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സ്ഥാപിതമായത് 1990-ലാണ്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അതാണ് IUPACയുടെ ഫുൾ ഫോം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ഹോമോലോഗസ് സീരീസ്. എന്താണ് ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസ് ഈസ് എ കളക്ഷൻ ഓഫ് compound with the same general formula. General formula എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. Same general formula that differ only in the carbon chain length. Carbon chain lengthൽ മാത്രം ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. only the ഏതാണ്? carbon chain length. differ only carbon chain length. Homologous series എന്ന് പറയുന്നത് is a collection of compounds with the same general formula that differ only the carbon chain length. That is homologous series. അതിനകത്ത് homologous seriesൽ എൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. അംഗങ്ങളെ, ആ homologous seriesലുള്ള അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. രണ്ടാമത്തേത്, അടുത്തടുത്തുള്ള അംഗങ്ങൾ തമ്മിൽ
ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം. ഈ ഹോമോലോഗസ് സീരീസിൽ അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. മൂന്നാമത്തെ പറയുന്ന അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു. അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു, ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യത്യാസം കാണിക്കുന്നു. അപ്പൊ ഹോമോലോഗസ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിലെ തെറ്റായത് ഏതാണ് അല്ലെങ്കിൽ ശരിയായത് ഏതാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ് 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. അടുത്തടുത്തുള്ള അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു, ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രി. കാർബൺ അടങ്ങിയിട്ടുള്ള കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു. അതിൽ കാർബണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഹൈഡ്രോ കാർബണുകളെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ മീഥേനാണ് നമ്മൾ പഠിച്ചു. ഫോർമുല CH4 മീഥേൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹൈഡ്രോ കാർബണുകൾ പലതരത്തിലുള്ള ആൽക്കൈനുകൾ അങ്ങനെ നമ്മൾ 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. ആൽക്കീനുകളും ആൽക്കൈനുകളൊക്കെ തമ്മിൽ ANE ലാസ്റ്റ് നിങ്ങൾ നോക്കുക, ANE ENE YNE അങ്ങനെയാണ് 3 എണ്ണം. അപ്പോൾ അത് കൂടാതെ അതിൻ്റെ 3ൻ്റെയും പൊതുവായിട്ടുള്ള വാക്യം നമ്മൾ ബോക്സിലാക്കി തന്നെ നമ്മൾ പഠിച്ചു. അത് 3ഉം അതിൻ്റെ പൊതുവായിട്ടുള്ള വാക്യം നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കാർബൺ ആറ്റങ്ങളുടെ എണ്ണം N ആണെങ്കിൽ അതിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് IUPAC എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് പേര് നിർദ്ദേശിക്കുന്ന നാമകരണം ചെയ്യുന്ന ഒരു സംഘടനയാണ് IUPAC എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് IUPACയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ അത് IUPACയിൽ നേതൃത്വത്തിൽ തീരുമാനിക്കുന്ന പോയിന്റ്സുകളും നമ്മൾ നോക്കി. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഹോമോലോഗസ് സീരീസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഗുലർ ആയിട്ട് തന്നെ ക്ലാസ് കാണുക, കണ്ടിന്യൂ ചെയ്ത് ക്ലാസ്സുകൾ കാണുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക്